ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി മഹോത്സവത്തിനോടനുബന്ധിച്ച് കിഴക്കേ നടയിൽ പഞ്ചപാണ്ഡവരെ കെട്ടിനിർത്തുന്ന കെട്ടുകാഴ്ചയാണിത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൈങ്കുനി ഉത്സവത്തിൻ്റെ കാലമാണിത്. ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട 2 ഉത്സവങ്ങളാണുള്ളത്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടത്തുന്ന അൽപ്പശി ഉത്സവവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടത്തുന്ന പൈങ്കുനി ഉത്സവമാണിവ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പൈങ്കുനി ഉത്സവം 9-ാം ദിവസം തിരുവിതാംകൂർ മഹാരാജാവ് പള്ളിവേട്ട എന്ന ചടങ്ങ് നടത്തും. മൂർത്തികൾക്ക് അകമ്പടി സേവിച്ച ശേഷമാണ് പള്ളിവേട്ട. തുടർന്ന് ശംഖുമുഖം കടപ്പുറത്ത് നടക്കുന്ന ആറാട്ടോടെയാണ് ഉത്സവം സമാപിക്കുന്നത്. ഇതിനായി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് തുടങ്ങുന്ന ഘോഷയാത്രയിലും തിരുവിതാംകൂർ രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അധികാരിയായ മഹാരാജാവ് മൂർത്തികൾക്ക് അകമ്പടി സേവിക്കും. കടലിൽ നീരാടി മൂർത്തികൾ രാത്രിയോടെയാണ് ക്ഷേത്രത്തിലേക്ക് മടങ്ങുക. പത്മനാഭസ്വാമി, കൃഷ്ണസ്വാമി, നരസിംഹമൂർത്തി എന്നീ ബിംബങ്ങളെയാണ് ആറാട്ടിന് എഴുന്നള്ളിക്കുക. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കെട്ടിനിർത്തുന്ന ഭീമാകാരമായ പഞ്ചപാണ്ഡവ പ്രതിമയാണ് പൈങ്കുനി ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ആകർഷണം. ഏറ്റവും മുന്നിലായിട്ടാണ് ധർമ്മപുത്രരുടെ രൂപം വിൽക്കുക. ധർമ്മപുത്രർ ഇരിക്കുന്ന നിലയിലാണ് കാണപ്പെടുക. പഞ്ചപാണ്ഡവരിലെ അനുജന്മാരൊക്കെ നിൽക്കുകയാണ്. ധർമ്മപുത്രരുടെ തൊട്ടു പിന്നിലായി ഭീമൻ, പിന്നിൽ അർജുനൻ, അതിനു പിന്നിൽ നകുലൻ, അതിനു പിന്നിൽ സഹദേവൻ എന്നിവരും നിരക്കും. സഹദേവന്റെ പ്രതിമയാണ് ഏറ്റവും പുറകിൽ. ഈ പ്രതിമകളിൽ തമിഴ് പ്രതിമാ നിർമ്മാണത്തിൻ്റെ രീതികൾ കാണാനായി സാധിക്കും. സഹദേവന് മുന്നിലായാണ് നകുലന്റെ പ്രതിമ. നകുലന്റെ മുന്നിൽ അർജുനനാണ് സ്ഥാനം. നകുലന്റെ പ്രതിമയ്ക്ക് പിന്നിൽ വഴിയിലൂടെ മറുവശത്തായി സഹദേവന്റെ പ്രതിമയും കാണാം. വില്ലാളി വീരനായ അർജുനനാണ് 3-ാമത്. പിന്നിൽ നകുലന്റെയും സഹദേവന്റെയും പ്രതിമകൾ കാണാം. അർജുനന്റെ പ്രതിമയുടെ വലതുവശത്ത് കാണുന്നത് നവരാത്രി മണ്ഡപമാണ്. അൽപ്പശി ഉത്സവത്തിനുള്ള എല്ലാ ചടങ്ങുകളും പൈങ്കുനി ഉത്സവത്തിനും നടത്താറുണ്ട്. നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. തിരുവോണം നാളിൽ മാത്രം ആറാട്ട് നടത്തുകയും ബാക്കിയുള്ള 9 ദിവസങ്ങൾ അതിൽ നിന്ന് പുറകോട് കണക്കാക്കുന്ന രീതിയിലാണ് അൽപ്പശി ഉത്സവം നടത്തുന്നത്. അവിടെ നക്ഷത്രത്തിനാണ് പ്രാമുഖ്യം. പക്ഷേ പൈങ്കുനി ഉത്സവത്തിനാകട്ടെ കൊടിയേറ്റുന്ന ദിവസമാണ് പ്രധാനം. കൊടിയേറ്റുന്നത് രോഹിണി നക്ഷത്രത്തിലാണ്. ശേഷിക്കുന്ന ദിവസങ്ങൾ പിന്നീടായതിനാൽ 10-ാം നക്ഷത്രമായ അത്തത്തിലാണ് സാധാരണ പൈങ്കുനി ഉത്സവം വരുന്നത്. പഞ്ചപാണ്ഡവരുടെ ബൃഹത്തായ പ്രതിമകളെ നാട്ടി നിർത്തുന്നതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമാവുന്നത്. വനവാസകാലത്ത് പാണ്ഡവർ അന്നത്തെ അനന്തം കാട്ടിൽ താമസിച്ചിരുന്നുവെന്നും ഇതറിഞ്ഞ കൗരവർ ആയുധങ്ങളുമേന്തി എത്തിയെന്നും ഭീമസേനൻ അന്നവരെ അടിച്ചോടിച്ചുവെന്നുമാണ് ഐതിഹ്യം. 30 അടിയോളം ഉയരമുള്ള ഭീമനെ നാട്ടി നിർത്തുന്ന ദിവസം ഭീമന് കഞ്ഞി കൊടുക്കണമെന്നാണ്. ഇത് ഭീമൻ കഞ്ഞി എന്നറിയപ്പെടുന്നു. ഭീമന് കഞ്ഞി നിവേദിച്ചില്ലെങ്കിൽ താഴെ വീഴുമെന്നൊരു വിശ്വാസം പഴമക്കാർക്കിടയിലുണ്ട്. വളരെ ശക്തിമാനാണ് ഭീമൻ. പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ഭാരമേറിയതും ഭീമനാണ്. ഭീമനെ നിലനിർത്താനായി യത്നിക്കുന്ന പണിക്കാർക്ക് പോഷകാഹാരം എന്നോണമാണ് കഞ്ഞിയും പുഴുക്കും നൽകുന്നത്. പണ്ടൊക്കെ ശ്രീകൃഷ്ണ ലീലാശില്പങ്ങളും ഉണ്ടായിരുന്നു. പാണ്ഡവരെ വയ്ക്കാൻ തുടങ്ങിയാൽ തന്നെ ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. കിഴക്കേ ഗോപുരത്തിന് അഭിമുഖമായി നിർത്തുന്ന പാണ്ഡവരുടെ പ്രതിമകളും അവിടെ നൽകുന്ന വേലകളിയെന്ന ചടങ്ങും ജനങ്ങളെ അത്യന്തം ആകർഷിക്കാൻ പോകുന്നവ തന്നെയാണ്. പഞ്ചപാണ്ഡവരെ, പ്രത്യേകിച്ച് മഴയുടെ ദേവനായ ഇന്ദ്രൻ്റെ പുത്രനായ അർജുനനെ നാട്ടിയത് ഉത്സവകാലത്ത് അപ്രതീക്ഷിതമായി മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയാണത്രേ. അവരെ നാട്ടിയാൽ ഈ ഉത്സവം പഞ്ചപാണ്ഡവോത്സവം എന്നറിയപ്പെടാൻ തുടങ്ങി. പൈങ്കുനി ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ് വേലകളി. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള പോരാട്ടം പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണിത്. വേലകളിക്കാർ കൗരവരെ പ്രതിനിധീകരിക്കുന്നു. നൃത്ത ചുവടുകൾ വെച്ച് മുന്നോട്ട് നീങ്ങി യുധിഷ്ഠിരന്റെ പ്രതിമയുടെ അടുത്തെത്തിയാൽ തോൽവി അംഗീകരിച്ച് നൃത്തക്കാർ പിൻവാങ്ങും. അധർമ്മത്തിനെതിരായ ധർമ്മത്തിൻ്റെ വിജയത്തെയും കൗരവർക്കെതിരായ ഭീമന്റെ വിജയത്തെയും പ്രതിനിധീകരിക്കുന്നതാണ് വേലകളി. പുരുഷന്മാർ മാത്രം പങ്കെടുക്കുന്ന ഈ പ്രകടനത്തിൽ തിരുവിതാംകൂർ നായർ പട്ടാളത്തിലെ സൈനികരുടെ പരമ്പരാഗത വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. ചുവന്ന ശിരോവസ്ത്രവും നെഞ്ചുമൂടുന്ന മുത്തുമാലകളും അണിഞ്ഞ് വർണ്ണാഭമായ പരിചയും വാളുമേന്തിയാണ് നൃത്തപ്രകടനം. പ്രകടനത്തിനൊപ്പം അകമ്പടിയായുള്ള പഞ്ചവാദ്യത്തിനനുസരിച്ചിട്ടാണ് താളം ചവിട്ടി വേലകളി അവതരിപ്പിക്കുന്നത്. നർത്തകർ വർഷങ്ങളായി അഭ്യസിച്ച് കാഴ്ചവെക്കുന്ന വാൾ കൊണ്ടുള്ള വിദഗ്ധമായ പ്രദർശനമാണ് വേലകളിയുടെ ഒരു പ്രധാന പ്രത്യേകത. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ആറാട്ട് ഘോഷയാത്രയിൽ മറ്റു 4 ക്ഷേത്രങ്ങൾ കൂടെ പങ്കെടുക്കാറുണ്ട്. ശ്രീ വരാഹം, ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം,
ഇരിവിപ്പേരൂർ ശ്രീ കൃഷ്ണസ്വാമി ക്ഷേത്രം, ശ്രീ ത്രിവിക്രമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം, തൃപ്പാതിരപുരം ക്ഷേത്രം എന്നീ ആരാധനാലയങ്ങൾ കൂടെ ആറാട്ടിന് പങ്കെടുക്കാറുണ്ട്.